Conditional probability. Suppose there are two events A and B. അങ്ങനെയാണെങ്കിൽ conditional probability of A given that B has already occurred. അതായത് നമ്മൾ എൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് ഓൾറെഡി ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കണ്ടീഷനും കൂടി തന്നിട്ട് നമ്മളോട് പ്രോബബിലിറ്റി ഓഫ് എ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ ഗിവൺ event B has already occurred is called conditional probability of A given B. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ബ്രാക്കറ്റിൽ എ ഗിവൺ, ആ സ്ലാഷ് വായിക്കുന്നത് ഗിവൺ എന്നാണ്, എ ഗിവൺ ബി. ഓക്കെ, സോ എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു probability of A intersection B divided by probability of B, where probability of B should not be equal to 0. Okay. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഫൈൻഡ് ചെയ്യാണ് ഗിവൺ ദാറ്റ് എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി given A. Okay, probability of B slash A, which is equal to probability of A intersection B divided by probability of A, where probability of A not equal to 0. So probability of B given A find ചെയ്യുമ്പം probability of A 0 ആവാൻ പാടില്ല. So once again I repeat, probability of an event A is calculated given the condition that probability of the another event has already occurred is equal to probability of intersection of that events divided by probability of already occurred event. So conditional probability related ആയിട്ടുള്ള 3 remarks ആണ് തന്നിട്ടുള്ളത്. First one, for probability of B greater than 0, probability of A given B will be less than or equal to probability of A. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചാൻസ് ഓഫ് ഒക്കറൻസ് ഉണ്ട് അല്ലേ, പോസിറ്റീവ് നമ്പർ ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ബി ഒക്കർ ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ. അതായത് ബി ഒക്കർ ചെയ്തിട്ട് ചെയ്യാന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുമ്പം അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇല്ലാതെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഫൈൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറവായിരിക്കും. Second remark, probability of A given B is not defined if probability of B is equal to 0. Okay, B ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ടു 0, അതായത് ബി ഒക്കർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എ ഗിവൺ ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഗിവൺ എന്ന് പറയുമ്പം ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്, ആ ഒരു പ്രോബബിലിറ്റി തന്നെ 0 ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ സെക്കൻഡ് റിമാർക്ക്. Third one is simple, that is probability of B given B has already occurred, that is equal to 1. Okay, that is certain. Next one is multiplication law of probability. So before discussing this topic, I have to remind you one thing, that this is not multiplication theorem of probability. Okay, multiplication theorem എന്ന് പറയുന്നത് വേറെ തന്നെ തിയറമാണ്. ദിസ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പം എക്സാമിന് മൾട്ടിപ്ലിക്കേഷൻ തിയറം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളിത് എഴുതി വെക്കരുത്. ഓക്കെ, so we can go through this. For any two events A and B, probability of A intersection B is equal to probability of A into probability of B given A, given that probability of A is greater than 0. And also probability of A intersection B is equal to probability of B into probability of A given B, given that probability of B greater than 0. Here probability of A given B and probability of B given A are the conditional probabilities. Okay, now we can go to the proof of the multiplication law. So there is a sample space which is having n sample points. അതായത് നമ്മൾ സാമ്പിൾ സ്പേസിൽ n സാമ്പിൾ പോയിൻറ്റ്സ് അല്ലെങ്കിൽ n ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ എൻ എ, ക്യാപിറ്റൽ എൻ സഫിക്സ് എ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഓഫ് എ. Okay, favorable for the occurrence of A, that is NA. NB എന്ന് പറയുന്നത് number of favorable cases of B ആണ്.
ആൻഡ് എൻ എ ബി, എൻ ക്യാപിറ്റൽ എൻ സഫിക്സ് എ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഒക്കറൻസ് ഫേവറബിൾ ടു ഇവൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബി. ബോത്ത് എ ആൻഡ് ബി ഒക്കർ ചെയ്യുന്നതിനോട് ഫേവറബിൾ ആയിട്ടുള്ള കേസാണ് എന്ത്? എൻ സഫിക്സ് എ ബി എന്ന് പറഞ്ഞ് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എ ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ ആണ് സാമ്പിൾ സ്പേസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ എൻ ബി ബൈ എൻ, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എൻ എ ബി ബൈ എൻ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഓഫ് എ ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, നമ്മളുടെ ഡെഫിനിഷൻ വെച്ചിട്ട് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ? അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ എ ബി ബൈ എൻ ബി, അതായത് ന്യൂമറേറ്ററിൽ എൻ എ ബി ബൈ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എൻ ബി ബൈ ക്യാപിറ്റൽ എൻ. സോ ക്യാപിറ്റൽ എൻ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? എൻ എ ബി ഡിവൈഡഡ് ബൈ എൻ ബി. അതുപോലെ സിമിലർലി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ത് കിട്ടും? എൻ എ ബി ഡിവൈഡഡ് ബൈ എൻ എ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ ആദ്യം എഴുതി വച്ചിരുന്നു എൻ എ ബി ബൈ എൻ ആണ്, അതായത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ടു എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ്. അതാണ് എൻ എ ബി ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി അതിൽ ഒരു എൻ എനെ ന്യൂമറേറ്ററിലും ഒരു എൻ എനെ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ കാണുന്നത് എൻ എ ബി ബൈ എൻ എ ഇൻറ്റു എൻ എ ബൈ എൻ. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ നോക്കുക, അതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പിൽ എൻ എ ബി ബൈ എൻ ആയിരുന്നു. സോ അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിലും ഒരു എൻ എ വന്നു, ഡിനോമിനേറ്ററിലും ഒരു എൻ എ വന്നു. സോ എൻ എ ബി ബൈ എൻ എ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് അല്ലേ? അതുപോലെ എൻ എ ബൈ എൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ. സോ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ നമുക്ക് കിട്ടി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആക്കി എഴുതി. അത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എൻ എ ബി ബൈ എൻ ആണ്. നേരത്തെ നമ്മൾ എൻ എനെ ആയിരുന്നു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഇവിടെ നമ്മൾ എൻ ബീനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, അതായത് എൻ എ ബി ബൈ എൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്, ഇൻറ്റു എൻ ബി ബൈ എൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. സോ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. So from 1 and 2 it is clear that probability of A intersection B is equal to probability of A into probability of B given A, where probability of A is greater than 0 and probability of A intersection B is equal to probability of B into probability of A given B, where probability of B greater than 0. Next one is independent events. Two or more events are said to be independent if the probability of any one of them is not affected by probability of remaining events. That means ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസിൻ്റെ പ്രോബബിലിറ്റീനെ മറ്റുള്ള ഇവൻറ്റ്സ് റിമൈനിങ് ഇവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റിയുമായിട്ട് ഒരു ഡിപ്പെൻഡൻസും ഇല്ല അല്ലെങ്കിൽ അതിനെ ഇഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ we say that the events are independent events. Okay, otherwise dependent events. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പം അവിടെ ഹെഡിൻ്റെ ഒക്കറൻസും ടെയിലിൻ്റെ ഒക്കറൻസും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് അല്ലേ? ഹെഡിൻ്റെ ഒക്കറൻസ് ഇസ് നോട്ട് ഇഫക്റ്റഡ് ബൈ ടെയിലിൻ്റെ ഒക്കറൻസ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോസ് ചെയ്യുമ്പം ഹെഡാണ് കിട്ടിയത് എന്ന് വിചാരിച്ച് സെക്കൻഡ് ടോസിൽ ടെയിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് ടെയിലിൻ്റെ ഒക്കറൻസിനെ ഹെഡിൻ്റെ ഒക്കറൻസ് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്.
സോ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻസിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫൈൻ ചെയ്യുന്നത് ഇഫ് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു ദി അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ. സോ അതിനെ നമ്മൾ സിംബോളിക്കലി എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഇക്വേഷൻ തന്നെ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ബി അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് നോട്ട് ഇഫക്റ്റഡ്. ഓക്കെ, അത് എഗെയിൻ പ്രോബബിലിറ്റി ഓഫ് സിംപ്ലി എ തന്നെ, അതായത് അൺകണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ്. സോ ഇതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി തന്നെ കിട്ടും. ഓക്കെ, അപ്പോഴും നമ്മൾ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. സോ സിംപ്ലി നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. സോ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ളൊരു ഫോർമുല ഉണ്ട് അല്ലേ. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ പ്രോബബിലിറ്റി ഓഫ് ബി തന്നെയാണ് കിട്ടുക എന്ന്. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ആർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ്. Next one is pairwise independence. Suppose there are n events, that is set of events a1, a2, etc. an. അപ്പോൾ ആ ഒരു n സെറ്റ് ഓഫ് ഇവൻറ്റ്സിൽ ഏത് പെയർ എടുക്കുകയാണെങ്കിലും ആ പെയർ ഓഫ് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ we say that the events are pairwise independence. ഓക്കെ, ഏതൊരു ഐ ജെ വേർ ഐ നോട്ട് ഈക്വൽ ടു ജെ രണ്ട് ഇവൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന രണ്ട് ഇവൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആവണം. ഇൻഡിപെൻഡൻ്റ് ആവുക എപ്പോഴാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ എ ജെ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ജെ എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് അവ പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. ഹിയർ ഓൾസോ A1, A2, എക്സെട്ര എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഇതിന് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക എപ്പോഴാണ്? ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻ്റർസെക്ഷൻ A2, എ ജെ ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ എ ആർ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ജെ ഇൻറ്റു എക്സെട്ര ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ആർ. അതായത് എ ഐയും എ ജെയും എ ആർ ഇതൊക്കെ എന്താണ്? ഈ A1, A2, എക്സെട്ര എൻ സബ്സെറ്റ്സിൻ്റെ യൂണിയൻ ആവാം, ഇൻ്റർസെക്ഷൻ ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ എടുക്കുന്ന ആ സബ്സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ഇവൻറ്റ്സ് ഉള്ള കേസ് എടുക്കുകയാണ്. എ ബി സി എന്ന് പറഞ്ഞ 3 ഇവൻറ്റ്സ്. അപ്പം ഈ എ ബി സി മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അത് ഓരോ ഇവൻറ്റ്സുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ മ്യൂച്വലി ഇൻഡിപെൻഡൻസ് സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ, അതായത് ഇപ്പം എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ബി ആയിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടണം, സി ആയിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടണം, ബിയും സിയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടണം. അതുപോലെ തന്നെ ബീൻ്റെയും സീൻ്റെയും ഒക്കെ കേസിൽ ബിയും സിയും ഒക്കെ ആ ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സിൽ ബാക്കിയുള്ള എല്ലാ ഇവൻറ്റ്സുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുള്ളൂ. ഏതെങ്കിലും ഒരു കേസിൽ അവിടെ ഇൻഡിപെൻഡൻസി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരിക്കലും നമുക്ക് ആ ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഈ കേസിൽ എ ബി സി മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി കിട്ടണം. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി
equal to probability of B into probability of C. Probability of A intersection C is equal to probability of A into probability of C. Also we have to get probability of A intersection B intersection C is equal to probability of A into probability of B into probability of C. So ഈ ഫോർ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എ ബി സിനെ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പെയർ വൈസ് ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് റിസൾട്ട്സ് നോട്ട്സ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് വൺ വി ക്യാൻ റീഡ് ഔട്ട്. ഫോർ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓഫ് എൻ ഇവൻറ്റ്സ് A1 A2 etc. an total number of conditions to be satisfied is 2 raised to n minus 1 minus n. ഓക്കെ, n ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എത്ര കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം മ്യൂച്വൽ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ? 2 raised to n minus 1 minus n. സോ അവിടെ 3 ഇവൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, പെയർവൈസ് ഓർ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ് A1, A2 etc. an is defined only when probability of AI not equal to 0. ഓക്കെ, സോ 0 ആവാൻ പാടില്ല ഓരോ ഇവൻറ്റ്സിൻ്റെ പ്രോബിലിറ്റി, എങ്കിൽ മാത്രമേ പെയർ വൈസ് ഇൻഡിപെൻഡൻസും മ്യൂച്വൽ ഇൻഡിപെൻഡൻസും ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് വൺ ഇസ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ് ഇംപ്ലൈസ് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ബട്ട് ദി കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ബട്ട് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ഒരു സിലബസിൽ അഡീഷൻ തിയറും മൾട്ടിപ്ലിക്കേഷൻ തിയറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ വി ക്യാൻ റീഡ് ഔട്ട് ഇറ്റ്. ഇഫ് എ ആൻഡ് ബി ആർ ടു independent events, then probability of A intersection B is equal to probability of A into probability of B. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതിനൊരു സിമ്പിൾ പ്രൂഫും ആണുള്ളത് അല്ലേ. വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിനെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ അല്ലേ. അപ്പം നമ്മളിവിടെ ഓൾറെഡി തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ബി തന്നെയാണ് അല്ലേ. എൻ്റെ ഒക്കറൻസിന് ഒരിക്കലും ബീൻ്റെ ഒക്കറൻസ് ഇഫക്റ്റ് ചെയ്യുന്നില്ല. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. സോ ആ ഒരു റിസൾട്ടിന് നമ്മൾ ആ ഫസ്റ്റിൽ എഴുതിയിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്തായിട്ട് എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഫ്രം ദിസ് വി ഗെറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. സോ ദിസ് ഈസ് ദി മൾട്ടിപ്ലിക്കേഷൻ തിയറം. സോ നമ്മൾ അത് വെച്ചിട്ട്, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അഡീഷൻ തിയറത്തിനൊന്ന് റീറൈറ്റ് ചെയ്യാണ്. അഡീഷൻ തിയറം എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു probability of A plus probability of B minus probability of A intersection B ആണ്. ആ probability of A intersection B നെ നമുക്ക് probability of A into probability of B എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ താഴെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് എ തിയറം. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ A and B complement are independent, A complement and B are independent, A complement and B complement are independent. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. അത് നമ്മൾ കയ്യിൽ എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന റിസൾട്ടുകൾ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി തന്നെയാണ് അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി തന്നെയാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷനാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. സോ ഫസ്റ്റ് നമ്മൾ നമുക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് ആദ്യം എഴുതി വെച്ചു. ഇനി ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് നമുക്ക്
നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചുള്ള ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഗിവൺ എ. Probability of A intersection B complement is equal to probability of A into probability of B complement given A. So ആ B complement given A നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ റീറൈറ്റ് ചെയ്തു. That is equal to 1 minus probability of B given A. B complement given A എന്ന് പറയുന്നത് 1 minus B given A. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി. സോ ഇവിടെ നമ്മൾ കണ്ടീഷൻ ഉണ്ട് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള. സോ അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് ബി തന്നെയാണ്. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടി. സോ എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ഇനി സെക്കൻഡ് കണ്ടീഷൻ, എ കോംപ്ലിമെൻറ്റും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ ഫസ്റ്റ് എയും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അതിന് കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതി, എന്നിട്ട് ആ ഒരു സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. സോ ഫ്രം ദാറ്റ് വി ഗെറ്റ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. Third one, we have to prove that A complement and B complement are independent. Okay, so probability of A complement intersection B complement നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അഡീഷൻ തിയറം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ നമ്മൾ എങ്ങനെ എഴുതി? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് മൈനസ് ഓഫ് ആണിത്, അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതി. മൈനസ് പി ഓഫ് എ മൈനസ് പി ഓഫ് ബി. അടുത്തത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, പ്ലസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, ഇനി ഈ 1 മൈനസ് പി ഓഫ് എനെ ഇങ്ങനെ തന്നെ എഴുതി, ജസ്റ്റ് അതിനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് മൈനസ് ഇവിടെയും പി ഓഫ് ബി ഉണ്ട്, ഇവിടെയും പി ഓഫ് ബി ഉണ്ട് അല്ലേ? മൈനസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ആ പി ഓഫ് ബീനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഔട്ട് സൈഡ് എടുക്കുമ്പം ഫസ്റ്റിൽ എന്താണ്? 1 ആണ്. 1 പി ഓഫ് ബി ഇൻറ്റു 1 ചെയ്യുമ്പോഴല്ലേ ഇവിടെ പി ഓഫ് ബി കിട്ടുക. അടുത്തത് മൈനസ് ഓഫ് മൈനസ് ആണ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് വന്നു. ഇനി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. പി ഓഫ് ബി ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി പി ഓഫ് എ വരും. അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇവിടെ 1 മൈനസ് പി ഓഫ് എ ഉണ്ട്, ഇവിടെയും 1 മൈനസ് പി ഓഫ് എ ഉണ്ട്. അപ്പോൾ അതിനെ ഔട്ട് സൈഡ് എടുത്തു, 1 മൈനസ് പി ഓഫ് എ. ഓക്കെ, ഇവിടെയും 1 മൈനസ് പി ഓഫ് എ ഉണ്ട്, ഇവിടെയും 1 മൈനസ് പി ഓഫ് എ ഉണ്ട്, അതിനെ ഔട്ട് സൈഡ് എടുത്തു. സോ ഇൻറ്റു എന്ത് വരും? ഇത് 1 ആണ് അല്ലേ? ഇൻറ്റു 1 ചെയ്താലാണ് ഇത് കിട്ടുക. സോ 1 മൈനസ് ഇവിടെ എന്താണ്? പി ഓഫ് ബി ആണ് പിന്നുള്ളത്. സോ 1 മൈനസ് പി ഓഫ് ബി. സോ 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്. സോ വി ഗോട്ട് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻ്റ്. സോ we got A complement and B complement are independent. Next one is a result. A, B independent ആണ് and or അല്ല and mutually exclusive. ഇൻഡിപെൻഡൻറ്റും ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവും ആണെങ്കിൽ ഒന്നുകിൽ പി ഓഫ് എ 0 ആവണം, അല്ലെങ്കിൽ പി ഓഫ് ബി 0 ആവണം. ഓക്കെ, സോ ദിസ് ഇസ് ദ റിസൾട്ട്. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി 5 ആണ്. ഓക്കെ, സോ അതിൻ്റെ പ്രോബബിലിറ്റീസ് എടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 5, അത് 0 ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആണ് തന്നു. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, സോ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി 0 ആണെന്ന് കിട്ടി. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് കിട്ടി.
ഓക്കെ, സോ നമുക്ക് 2നെ 1ൽ ഇക്വേറ്റ് ചെയ്യുമ്പം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇത് ഒക്കെ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പ്രോബിലിറ്റി ഓഫ് എ 0 ആവണം, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി 0 ആവണം. ഓക്കെ, സോ ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവും അതുപോലെ ഇൻഡിപെൻഡൻറ്റും ആവണമെങ്കിൽ ഏതെങ്കിലും എൻ്റെയോ അല്ലെങ്കിൽ ബീൻ്റെയോ പ്രോബബിലിറ്റി 0 ആയിരിക്കണം.